ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ജൈത്തൂൻ്റെ 50ാമത്തെ വ്ളോഗും കൊണ്ട് ഞാൻ വന്നിട്ടുള്ളത്. ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, ഒരു 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. കുറച്ച് വലുതാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് 10 മിനിറ്റിൻ്റെ മേലോട്ട് പോകുന്നില്ല. കാരണം വീഡിയോസ് എടുക്കാനുള്ള ആ ഒരു ആരോഗ്യമെല്ലാം കുറച്ച് കുറഞ്ഞ് നിൽക്കുന്ന ടൈമാണെന്നല്ലോ എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ സംസാരത്തിലും ചിലപ്പം അത് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നോമ്പ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ മാഷാഅല്ലാ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളെ വീഡിയോ എന്താ കാണാത്ത, എന്തുകൊണ്ട് ഇടാത്ത, ഓർഡർ ഇല്ലെന്നെല്ലാം. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ ഡെയിലി വീഡിയോസ് എടുക്കാനൊന്നും സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല. മാഷാഅല്ലാ നല്ല രീതിയിൽ ഓർഡർ ഉണ്ട്. അപ്പോൾ ആ ഓർഡർ എല്ലാം മാനേജ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. പറ്റുന്ന പോലെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരാഴ്ചയ്ക്ക് ശേഷം തട്ടിക്കൂട്ടിയിട്ട് ഒരു വ്ളോഗാക്കാന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ എങ്ങനെയല്ലോ മിക്സിങ് ആക്കിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അല്ലാണ്ട് ഇത് മൊത്തത്തിൽ ഒരു ദിവസത്തെ വീഡിയോസൊന്നുമല്ല, കുറേ ദിവസത്തെ മിക്സിങ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. മേ ബി ഒരു 4-5 ദിവസത്തെ വീഡിയോസെങ്കിലും ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 മാസം ആയിട്ടുള്ളെങ്കിലും ഒരുപാട് നാട്ടിൽ ഈ ഒരു വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അവരെല്ലാം എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതാണ്, നോമ്പിന് നിൻ്റെ ഫസ്റ്റ് ടൈമല്ലേ, അപ്പോൾ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടും ഇതൊക്കെ ഉണ്ടാവും, നമുക്ക് മടുത്തു പോകും, ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല. കാരണം ഈ ഫസ്റ്റ് ഉണ്ടാകുന്നൊരു ആവേശം ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ എല്ലാം മാനേജ് ചെയ്തിട്ടില്ലേ, അപ്പോൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിലൊരു ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഉണ്ടായിന്. അനുഭവമുള്ള ആൾ പറയുന്നത് എന്താ പറയുക, ഫസ്റ്റത്തെ പറയുന്നത് എന്തായാലും കഴിക്കൂന്നല്ലേ. അപ്പോൾ എനിക്കും കഴിച്ച് അത് നിങ്ങൾക്കായിരിക്കും, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായേ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല കോൺഫിഡൻസോടെ എടുത്തതാണ്. അനുഭവത്തിൽ വന്നുതരാൻ അതിൻ്റെ എത്രമാത്രം ഭീകരത ഉണ്ടെന്ന് മനസ്സിലായി. നല്ല പണിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ട്. കാരണം എല്ലാം മാനേജ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഓൾറെഡി നല്ല വർക്കാണ്, ഹെവി വർക്കാണ്. അതിൻ്റെ കൂടി ഒരു വെള്ളം കുടിക്കാണ്ടും ഭക്ഷണം കഴിക്കാണ്ടും കൂടി എടുക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ പറയുക, ചെറിയ പണിയേ അല്ല ഒരിക്കലും. പിന്നെ അതുപോലെ ഡെലിവറി നല്ല ബുദ്ധിമുട്ടാകുന്നുണ്ട്. ആദ്യം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെലിവറി എൻ്റെ അനിയന്മാർ തന്നെ ആരെയും കിട്ടുന്നില്ല, നോമ്പല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉറക്കും കാര്യങ്ങളെല്ലാം കുറച്ച് പകൽ സമയം കൂടുതലാണ്. അപ്പോൾ ഓട്ടോയിൽ കയറ്റി അയക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് എക്സ്ട്രാ വർക്ക് തന്നെയാണ്. എന്തായാലും ഇത്ര വരെ എത്തി. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ എന്നെ അടുക്കലിലും ഒരുപാട് ഓർഡർ അതുപോലെ ക്യാൻസലാക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും എന്നോട് വിഷമമൊന്നും തോന്നാൻ പറ്റില്ല. കാരണം ഏതെല്ലോ നാട്ടിൽ നിന്നോ കുറേ ദൂരേന്നോ എന്താ പറയുക, കാസർഗോഡ് നിന്നോ നീലേശ്വരത്തു നിന്നോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് വടകര എവിടേക്കോ കൊടുത്തിട്ടുണ്ട്, ബസ് കയറ്റിയിട്ടും ട്രെയിൻ കയറ്റിയിട്ടും റോളും കായടി ഇങ്ങനെ ജൈത്രയാത്ര തുടരുന്നുണ്ട്. പക്ഷെ എല്ലാതും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് ലോങ് ആകുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇത്രയും ലോങ്ങുള്ള ആ ഒരു ഇതും കൂടി മൈൻഡിൽ വെക്കണ്ടേ. അപ്പം ഞാൻ ഒരുപാട് ഓർഡർ ഡെയിലി ക്യാൻസലാക്കുന്നുണ്ട്. എന്തായാലും മേ ബി ഒരു 2-3 ഓർഡർ ക്യാൻസലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും വിഷമമൊന്നും തോന്നരുത്. പിന്നെ ഞാൻ പറയുന്നുണ്ട് ഇത്ര ദിവസമാണ് ഓർഡർ ഉള്ളത്, അതിന് ശേഷം വേണമെങ്കിൽ പറഞ്ഞു എന്നിൽ ഒരു ഓപ്ഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ആരാന്ന് വെച്ചാൽ വിളിച്ചോട്ടാ. വീഡിയോനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ഉണ്ടപ്പൊട്ടില്ലേ, അതായത് നമ്മൾ കണ്ണൂർക്കാർ ഇതിന് ചെമ്മീനുണ്ടാന്ന് പറയൽ, അപ്പോൾ അതുണ്ടാക്കുന്നതാണ് കേട്ടോ കാണിച്ചത്. ഞാൻ ഈ ജെയ്ത്തുവിൻ്റെ വ്ളോഗ്സെല്ലാം തുടങ്ങുന്നതിന് കുറച്ച് നാൾ മുമ്പ് അതൊരു ചെറിയൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിന് കേട്ടോ. അപ്പോൾ സംശയമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് താഴോട്ട് പോയാൽ വീഡിയോസിൽ അത് കാണും. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് പറയാൻ നേരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ചെമ്മീൻ്റെ ഫില്ലിംഗ് ആണ്. പിന്നെ കുറച്ച് തേങ്ങയും പെരുംജീരകം അരച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചിട്ട് അത് ആക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റിലും ഒരു നല്ല ഫില്ലിംഗ് ആണ്. പിന്നെ സാധാരണ നമ്മൾ അരി വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കൽ, പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും അറിയണമെന്ന് ക്യൂരിയോസിറ്റി ഉള്ളാക്ക് പണ്ടത്തെ ഒരു വീഡിയോ പോയിട്ട് കണ്ടാൽ മതി കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ്, നമ്മളൊരു വീഡിയോ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ്. പിന്നെ എന്താ പറയുക, നല്ല രസത്തിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ ട്രൈപോഡ് പോലും ഇല്ലാണ്ട് തട്ടിക്കൂട്ടി എൻ്റെതായിട്ടുള്ളൊരു ശൈലി ചെയ്യുന്നതാണ്. അല്ലാണ്ട് വലിയ ഐഡിയ ഒന്നും എനിക്ക് ഇതിനെക്കുറിച്ചില്ല. അപ്പോൾ നല്ല രസമുണ്ടായിന്. അപ്പോൾ നമ്മൾ ഒന്ന് മുതലേ എടുത്ത് കാണാൻ തുടങ്ങി. ജൈത്തുൻ്റെ എല്ലാ വ്ളോഗ്സും കണ്ടിട്ടുണ്ട്. മാഷാഅല്ലാ ഒരുപാടൊക്കെ ഷെയർ ചെയ്തിന്, ഒരുപാട് ആൾ ഇത് വെച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമുക്ക് അറിയുന്ന ഒരു അറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്കൊരു ഉപകാരമാകുമെങ്കിൽ അത് ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് മാത്രം അത് ചെയ്യണം, നമ്മൾ മാത്രം നന്നാവണം, ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാണ്ട് എനിക്കറിയുന്ന എന്ത് കാര്യവും, അതിപ്പോൾ ലൈസൻസ് എടുക്കുന്നതാവട്ടെ, റെസിപ്പി ആവട്ടെ, എന്തൊരു കാര്യം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ലൂ. അല്ലാണ്ട് അത് വെറും ഒരു വീഡിയോ റീച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടിത്തുടങ്ങി. എത്രയും ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയമെന്ന്. അപ്പം മോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുകൊണ്ട് ഉപകാരമുണ്ട്, നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചാൾ വിളിക്കുന്നുണ്ട്. ഏതെല്ലോ നാട്ടിൽ നിന്ന്, കുറച്ചൊരു മലപ്പുറം കാസർഗോഡ് സൈഡിൽ നിന്നെല്ലാം കൂടുതൽ. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു ഇൻഫ്ലുവൻസർ യൂട്യൂബർ എന്ന് പറഞ്ഞ ഒരു പേരിൽ നടക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മറ്റുള്ളവർക്ക് ഒരു അറിവെങ്കിൽ അറിവ് അത് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ.
പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ് എന്തെങ്കിലും രീതിയിൽ ഇതൊന്ന് കൊറിയർ സർവീസ് തുടങ്ങുമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, പിന്നെ ടൈമും ഇല്ല. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസിലല്ല ഇവൾ ഈ ടൈമില്ല എന്ന് പറയുന്നത്. ടൈം എന്താ ഉണ്ടാക്കിക്കൂടെയെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ കാണിക്കാത്ത കുറേ കാര്യങ്ങളും കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഞാൻ ഒത്തിരി ബിസിയാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ കുഞ്ഞു മക്കളുള്ളതല്ലേ, പ്രതീക്ഷിച്ച പോലെ നമുക്ക് പെട്ടെന്നൊന്ന് വണ്ടി എടുത്ത് പുറത്തു പോയി കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ അല്ല എനിക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അത് തുടങ്ങാത്തത്. ഇൻഷാല്ല തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിൽ പറയും. ഇത് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചൊരു കാര്യം, റാനിപ്പോൾ എൻ്റെ പാത്രത്തിൻ്റെ സൈസ്. അപ്പം ഞാൻ ആ പുതിയ പാത്രം ആയതുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് കാണിച്ചു തന്നേന്ന്. ആവശ്യമുള്ളവർ നോട്ട് ചെയ്ത് വെച്ചോ. കുറേ കമൻറ്റ് ഉണ്ടായിന് റാനിപ്പോൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ സൈസ് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ അടിഭാഗം നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് റീപ്ലൈ കൊടുക്കുമെന്നുള്ള ടെൻഷനിലുണ്ടായി. ഇനി പുതിയ പാത്രം സെയിം അളവാണ്. അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു അളവ് കണ്ടുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഓർഡേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, എപ്പോഴും കാണിക്കുന്നതാണ്. ഇതാ കാണുന്നില്ലേ, ചിക്കൻ റോള്, കായട, പരിപ്പട ഡെയിലി ഉണ്ടാകുന്ന തന്നെയാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റിയും വരുന്നുണ്ട്. പക്ഷെ എല്ലാ വെറൈറ്റിയും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോമ്പിൻ്റെ ക്ഷീണവും കൂടി ആയതുകൊണ്ട് ആദ്യത്തിനേക്കാളും സ്പീഡ് കുറഞ്ഞ്, ആ വീഡിയോ എടുക്കലും കാര്യങ്ങളെല്ലാം സ്പീഡ് കുറഞ്ഞ്. പിന്നെ ഇത് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി നല്ല രീതിയിൽ ഫ്രോസൺ ചെയ്തിട്ടാണ് ബോക്സ് ചെയ്ത് വെക്കുന്നത്. കാരണം ഫ്രോസൺ ചെയ്യൽ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറിയിൽ എങ്ങനെയെന്ന് പഠിച്ചവനിക്ക് മാത്രമേ അറിയൂ. കുറേ ടൈം എടുക്കുമോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഈ ഫ്രോസൺ ചെയ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ പറ്റിപ്പോവാനും ആകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നാളെ കൊടുക്കേണ്ടത് ഇന്ന് തന്നെ നല്ല രീതിയിൽ ഫ്രോസൺ ചെയ്ത് വെച്ചാൽ മാത്രമേ ആ കൊടുക്കേണ്ടവർക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. മാഷാ അല്ലാഹ് കൊടുക്കുന്ന എല്ലാവരും തന്നെ ഇതുവരെയായിട്ട് നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റിലല്ലെങ്കിലും പേഴ്സണലായിട്ടായാലും നല്ലൊരു ഫീഡ്ബാക്ക് പറയുമ്പോഴാണല്ല ഇനിയും ഇത് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നത്. പിന്നെ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും. ഇത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന ആരെങ്കിലുമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും, എല്ലാം അത്ര പെർഫെക്റ്റ് ഒന്നല്ല, ടൈമിങ് നീ കുറച്ച് പ്രശ്നമാണല്ലോ. അതിപ്പോൾ എത്ര നന്നാക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല. ആരെങ്ങനെ പറഞ്ഞാലും ഒരു 10 മിനിറ്റ് കാമണിക്കൂർ ലേറ്റായിട്ടേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. എന്നാലും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ഇൻഷാല്ല ശരിയാക്കി എടുക്കണം. കുറേ ഇങ്ങനെ തിരക്കായതുകൊണ്ട് അതങ്ങനെ ആയിപ്പോകുന്നതായിരിക്കും. എപ്പോഴും ഇങ്ങനെ ഒരു 5 മണിയെന്ന് കേട്ടാൽ ഞാൻ ചിന്തിക്കും 4:30 തന്നെ കൊടുക്കണമെന്ന്. പക്ഷെ എന്താണെന്നറിയില്ല, എല്ലാം കൂടി ആയിപ്പിടിച്ച് പാക്കെല്ലാം ചെയ്ത് വരുമ്പോൾ ഒരു 5:15 ആയിപ്പോവും ആളവിടെ എത്തുമ്പോൾ. ഇൻഷാല്ലാ ഒരു ഫോൾട്ട് മാത്രമേ എൻ്റെ ഒരു പാക്കിങ്ങിലും എൻ്റെ ഒരു ഡെലിവറിയിലും ബിസിനസ്സിലും ഞാൻ കാണുന്നുള്ളൂ. ഇൻഷാല്ലാ അതും കൂടി ഒന്ന് ശരിയാക്കി എടുക്കണം. ഓക്കെ, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി പക്ക നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ബോക്സിലെല്ലാം കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം എത്ര ലോങ് ആയാലും നല്ല രീതിയിലൊരു കവറും കൂടി കെട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ കുലുങ്ങലും പൊട്ടലും അങ്ങനത്തെ പ്രശ്നം വരുന്നേ ഇല്ലല്ലോ. കവറാണെങ്കിൽ ചെറിയ പ്രശ്നം വരും. പിന്നെ ഇപ്പം കാണിക്കുന്ന കൽമാസാണ്. എനിക്ക് ഓൾറെഡി ഈ വലിയ ഞാൻ നേരത്തെ പറഞ്ഞ വടകരയിലേക്കെല്ലാം കൊടുക്കേണ്ട ഓർഡർ എനിക്കൊന്ന് കണ്ണൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിന്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോകാമെന്ന് വിചാരിച്ച് ഒരു 2-3 ഓർഡേഴ്സ് ഉണ്ടായിന്. അപ്പോൾ കാറിൻ്റെ സീറ്റിലെല്ലാം മൊത്തത്തിൽ ഇതാ കാറിൻ്റെ സീറ്റിലും അടിയിലൊക്കെ സ്നാക്സ് വെച്ചിട്ട് സേറമോള മാത്രമേ കൂട്ടിയിട്ടുള്ളൂ, മറ്റേ 2 പേരെ കൂട്ടിയിട്ടില്ല. പിന്നെ നോമ്പിൻ്റെ ടൈമല്ലേ, ഈ കസ്റ്റമർക്കായാലും ആ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എത്തിച്ചാലല്ലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 5 മണി സമയത്ത് വടകര സ്റ്റാൻഡിൽ ഇറങ്ങുന്ന ഒരു ബസ് നോക്കിയിട്ട് കുറച്ച് സ്നാക്സിനെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വിട്ട് പിന്നെ കുറച്ച് 2-3 സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുകൊടുത്ത് അൽഹംദുലില്ലാ നല്ല രീതിയിൽ കഴിഞ്ഞ്. അപ്പം എൻ്റെ പേഴ്സണൽ ആവശ്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ഉള്ളി കട്ട് ചെയ്യുന്ന മെഷീൻ വാങ്ങാൻ കുറേ നാളായി വിചാരിക്കുന്നത്. അതുണ്ടെങ്കിൽ പകുതി പണി തീരുമല്ലോ. ഈ ഉള്ളി മുറിക്കൽ മൈദ കുഴക്കൽ എന്നെല്ലാം പറയുന്നതാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതിൽ മെയിൻ ഐറ്റം. അപ്പോൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് അത് വാങ്ങണമെന്ന്. അപ്പോൾ ഏകദേശം എവിടേക്കോ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ 7,000-4,000 എന്നെല്ലാം കേൾക്കുമ്പോൾ ഇങ്ങനെ മടിച്ച് നിൽക്കലാണ്. ഇൻഷാല്ലാ പിന്നെ ചെയ്യാം. ഇപ്പം ആ സമയം അതിക്രമിച്ച്. കാരണം ഈ ഉള്ളി മുറിക്കൽ കുറച്ചും കൂടി ടാസ്ക് ആയില്ല. ഓർഡർ കൂടി നോമ്പായതുകൊണ്ട് നല്ല ഹെവി ലോഡായതുകൊണ്ട് പിന്നെ അതെന്തായാലും വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പോയിട്ടുണ്ടായിന്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിച്ചു തരും. മെഷീൻ വാങ്ങിയിട്ടില്ല. മെഷീൻ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഒപ്പിച്ചിട്ട് അതിൻ്റെ ജാറ് മാത്രം ഏകദേശം ഒരു 2,300 ആ ഒരു പൈസക്കാണ് വാങ്ങിയിട്ടുള്ളത്. മാഷാല്ലാ നല്ല യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ വെരി യൂസ്ഫുൾ. പിന്നെ കുറച്ചുകൂടി തിന്നായി പോകുന്ന ഒരു ടെൻഷനില്ല. ആദ്യം നല്ല രീതിയിൽ തിന്നായിട്ട് മുറിക്കാനായിരുന്നു ആഗ്രഹം. മെഷീൻ കിട്ടിക്കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഭയങ്കര തിന്നായിപ്പോയോ എന്നൊരു ഡൗട്ട്. എന്തായാലും പണി നല്ല രീതിയിൽ കഴിയുന്നുണ്ട്. അതുപോലെ ഈ ഷവർമേൻ്റെ ഫില്ലിംഗ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ക്യാബേജൊക്കെ കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പിന്നെ മൈദയും കുഴക്കുക അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇനി എപ്പോഴാണ് വീഡിയോ ഇടലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം റംസാൻ മാസമല്ലേ, എൻ്റെ എനിക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ഇടുമ്പം എന്തായാലും ഉള്ളി കട്ടിങ്ങും
അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എന്താവും എന്നറിയില്ല. അതുപോലെ തന്നെ ഇതുവരെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി വീഡിയോ ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. എല്ലാം ഞാൻ ചെയ്തത് തന്നെയാണ്. ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്തതിൽ ചെയ്യാട്ടോ. ഏകദേശം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്കും കമൻറ്റും ഒന്നും ആരും മറക്കരുത്. ചെറിയൊരു ഹേർട്ട് ഷേപ്പ് ആയാലും പ്രശ്നമില്ല, എന്തെങ്കിലും ആയിട്ടൊരു കമൻറ്റ് നിങ്ങൾ ചെയ്യണം കേട്ടോ. അതുപോലെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.